പത്തനംതിട്ടയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ മഴ പെയ്യും എന്ന് പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലൊക്കെ മഴ പെയ്യുമെന്നുള്ള വിവരങ്ങളുണ്ട്. നമുക്കറിയാമത് കേരളത്തിലെ കാലാവസ്ഥ മാറുന്നു. വലിയ കനത്ത ചൂടിൽ നിന്ന് മാറ്റമുണ്ടായതിനു ശേഷം ഇപ്പോൾ കുറച്ച് തണുത്ത പ്രകൃതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. മിക്ക ജില്ലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്തു. തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലൊക്കെ വലിയ മഴ പെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. മറ്റ് ജില്ലകളിലും മഴ പെയ്യുന്നുണ്ട്. ഇന്നും സമാനമായി തന്നെ വിവിധ മേഖലകളിൽ മഴ പെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശശിനാരായണൻ, പത്തനംതിട്ടയിൽ എങ്ങനെയുണ്ട് സാഹചര്യം? രാജ്യത്തെ കഴിഞ്ഞ 2 ദിവസമായി ഉച്ചയ്ക്ക് ശേഷമാണ് വേനൽ മഴ പത്തനംതിട്ടയിൽ ലഭിക്കുന്നത്. വ്യാപകമായ ജില്ലയിൽ മഴ ലഭിക്കുന്നുണ്ട്. അത്തരമൊരു ആശ്വാസം ഉണ്ട്. വലിയ കുടിവെള്ളക്ഷാമം അതുപോലെ തന്നെ കൃഷിയുമൊക്കെ നശിച്ച സാഹചര്യം പത്തനംതിട്ടയിലുണ്ട്. പക്ഷെ വേനൽ മഴ പെയ്തതോടുകൂടി തന്നെ ചൂടിന് ഒരു ആശ്വാസമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ജാഗ്രതാ നിർദ്ദേശം യെല്ലോ അലർട്ടാണ് ജില്ലയിലുള്ളത്. ജാഗ്രതാ നിർദ്ദേശം ഇപ്പം ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഒരു ചെറിയ മഴയുണ്ടായാൽ തന്നെ വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ മലയോര മേഖലയാണ്, മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയാണ്. അതിന്റെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം ഇത്തരം ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. യാത്രകളും മലയോര മേഖലയിൽ രാത്രികാല യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ് മുന്നറിയിപ്പുള്ളത്. നദിയിലൊന്നും ജലനിരപ്പ് ഇപ്പോഴും ഉയർന്നില്ല. കാരണം നദിയിൽ വെള്ളമില്ലാത്തൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. തോടുകളും അതുപോലെ പുഴകളും ഒക്കെ വരണ്ട കാലാവസ്ഥയിലാണ്. പക്ഷേ മഴ ലഭിച്ചതോടുകൂടി തന്നെ ചെറിയൊരു ആശ്വാസം വേനൽ ചൂടിന് ഒരു ആശ്വാസമായി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയും. പക്ഷേ വരും മണിക്കൂറുകളിൽ 115 മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിന്റെ ഒരു അറിയിപ്പുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ ആവശ്യമാണ്. അണക്കെട്ടുകളുടെ വിഷ്ടപ്രദേശങ്ങളിലൊക്കെ മൂഴിയാറ്, സീതത്തോട്, ആങ്ങമൂഴി തുടങ്ങിയ മേഖലകളും ചിറ്റാറൊക്കെ മഴ, ഒക്കാത്തോട് മേഖലയിലൊക്കെ മഴ ഇന്നലെ രാത്രിയും ഉച്ച കഴിഞ്ഞും ശക്തമായ രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നത്. ഇന്നും മഴ ഉണ്ടാവുന്നതാണ് മുന്നറിയിപ്പുള്ളത്. യെല്ലോ അലർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. രഞ്ജിത്തെ. ശരി, ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് തിരിച്ചു വരാം വളരെ വേഗം, ഇടവേളയ്ക്ക് ശേഷം.